ബഷീറും കുടുംബവും തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതും ചീത്തയുമായ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് ചാനൽ വഴിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. അതിനെല്ലാമായി കുടുംബത്തിലെ 6 അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുമുണ്ട്. ഇപ്പോഴിതാ കുടുംബത്തിൽ ഏറെ ആഗ്രഹിച്ചൊരു ചടങ്ങ് നടന്ന സന്തോഷത്തിലാണ് ബഷീറും ഭാര്യമാരും. ബഷീറിൻ്റെയും സുഹാനയുടെയും മകൻ മുഹമ്മദ് സൈഗം ബഷീറിൻ്റെ സുന്നത്ത് കല്യാണം നടത്തിയതിൻ്റെ വിശേഷങ്ങളാണ് മഷൂറയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസമാണ് സുന്നത്ത് നടത്തിയത്. ചടങ്ങ് മാത്രമാണ് നടത്തിയതെന്നും എല്ലാവരുടെയും സമയവും സന്ദർഭവും നോക്കി വൈകാതെ സുന്നത്ത് കല്യാണം ഗ്രാൻഡായി നടത്തുമെന്നും ബഷീർ പറഞ്ഞു. സൈഗുവിനെ കൈക്കുഞ്ഞായിരുന്നപ്പോൾ മുതൽ പ്രേക്ഷകരെല്ലാം കാണുന്നത് കൊണ്ടാണ് സുന്നത്ത് ചടങ്ങിൻ്റെ വിശേഷങ്ങളും വ്ലോഗായി പങ്കിട്ടതെന്നും ബഷീർ പറഞ്ഞു. എല്ലാം മനസ്സിലാകുന്ന പ്രായത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ സുന്നത്ത് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന വേദനയെക്കുറിച്ചായിരുന്നു സൈഗുവിന് ഭയവും പേടിയും. ആശുപത്രിയിലെത്തിയ ശേഷവും പേടിച്ച് കരയുന്ന സൈഗുവിനെ ബഷീറും സുഹാനയുമെല്ലാം ചേർന്ന് ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം. ചടങ്ങു മാത്രം ആശുപത്രിയിൽ വെച്ച് നടത്തുന്നു. അടുത്ത മാസം ഗ്രാൻഡായി എല്ലാവരെയും വിളിച്ച് ഫംഗ്ഷൻ നടത്തും. പല പരിപാടികൾ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് ഫംഗ്ഷൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. ആദ്യമൊന്നും അവൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ഒരുപാട് പറഞ്ഞും സംസാരിച്ചുമാണ് സമ്മതിപ്പിച്ചതെന്നും ബഷീർ പറഞ്ഞു. സുന്നത്ത് നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞതു മുതൽ സൈഗു സമാധാനം കൊടുക്കാത്തത് സോനുവിനാണ്. മരവിപ്പിക്കുമോ, വേദനയുണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളായിരുന്നു അവന്. ഞാനും ഇതാദ്യമായിട്ടാണ്, എനിക്കും ഇതേക്കുറിച്ച് അറിയില്ലെന്നാണ് ഞാൻ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നതെന്നും സുഹാന പറഞ്ഞു. എനിക്കും വലിയ ധാരണയില്ല, കേട്ടറിവ് മാത്രമേയുള്ളൂ. പിന്നെ സുന്നത്ത് ചെയ്ത പിള്ളേരൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. രാത്രിയിൽ അവന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് സമാധാനിപ്പിച്ചാലും രാവിലെയാകുമ്പോൾ എനിക്ക് ചെയ്യേണ്ടെന്ന് സൈഗു പറയാൻ തുടങ്ങും. ഈ വീഡിയോ ഇബ്രാൻ്റെ സമയമാകുമ്പോൾ അവന് മാതൃക പോലെ കാണിച്ചു കൊടുക്കണമെന്നുമാണ് സോനു പറഞ്ഞത്. ഇതൊന്നും പോരാഞ്ഞത് ചേച്ചി സുനൈനയും പലതും പറഞ്ഞ് പേടിപ്പിച്ചതിൻ്റെ ടെൻഷനും സൈഗുവിനുണ്ടായിരുന്നു. തൻ്റെ സുന്നത്ത് കല്യാണത്തിൻ്റെ ഓർമ്മകൾ ബഷീറും പങ്കുവച്ചു. എൻ്റെയും എൻ്റെ ഇക്കമാരുടെയും സുന്നത്ത് കല്യാണം ഒരു ദിവസമായിരുന്നു. അതൊരു വലിയ ഫംഗ്ഷനായിരുന്നു. വീട്ടിൽ പന്തലൊക്കെ ഇട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു വിവാഹം നടക്കുന്ന പ്രതീതിയിലായിരുന്നു. 3-4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന എന്നെ എല്ലാവരും കൂടി പൊക്കിയെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. പോയതും സുന്നത്ത് നടന്നതും എല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചു. അന്ന് ഡോക്ടറും ആശുപത്രിയും ഒന്നുമില്ല, എല്ലാം പച്ചയ്ക്കാണ്. ഓസാനാണ് ചെയ്തത്. ഞാൻ നിലവിളിയും കരച്ചിലും ബഹളവുമായിരുന്നു. ഇക്കമാർ കരയാൻ കൂട്ടുണ്ടായിരുന്നു എന്നതായിരുന്നു ഒരു സമാധാനം. എന്നെ ഒന്നും മരവിപ്പിച്ചിട്ടില്ലെന്ന് സൈഗുവിന് ഞാൻ പറഞ്ഞു കൊടുത്തു. നല്ല വേദനയുണ്ടാകും, ചോര വരും എന്നൊക്കെ പറഞ്ഞ് സുനു സൈഗുവിനെ വെറുതെ ഭ്രാന്താക്കുകയായിരുന്നു. 2 ദിവസം മുമ്പ് ബന്ധുക്കളെയെല്ലാം വിളിച്ച് പെർമിഷൻ ചോദിച്ചിട്ടാണ് സുന്നത്ത് നടത്തുന്നതെന്നും ബഷീർ പറഞ്ഞു. മരവിപ്പ് മാറിയ ശേഷം സൈഗു വല്ലാത്ത കരച്ചിലായിരുന്നുവെന്നും മോൻ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ബഷീർ പറഞ്ഞു. കൈക്കുഞ്ഞായിരുന്നപ്പോൾ തന്നെ സൈഗുവിൻ്റെ സുന്നത്ത് നടന്നിരുന്നുവെങ്കിൽ അവന് ഇത്രയേറെ ഭയം വരില്ലായിരുന്നു എന്നായിരുന്നു കമൻറ്റുകൾ ഏറെയും.